വിവോക്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ രണ്ടാം ജന്മമാണിത്. ലൈംഗികതയിൽ ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ലൈംഗികതയെപ്പറ്റി നമ്മളുടെ സമൂഹത്തിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള പ്രമുഖർ നടത്തുന്ന കുപ്രചരണങ്ങളെ തെളിവ് സഹിതം ജനങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു ചാനൽ കൂടിയായ വിവോക്സ് ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അനവധിയാണ്. അതുകൊണ്ട് തന്നെ വിവോക്സിൻ്റെ ഭാവിയും നിലനിൽപ്പും ഒക്കെ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. കാരണം നിങ്ങളില്ലെങ്കിൽ വിവോക്സ് ഇല്ല. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ വിശ്വാസത്തിൽ മാത്രമല്ല വൈദ്യശാസ്ത്രത്തിലും ഒരു വലിയ ശതമാനം മലയാളികളെ നയിക്കുന്നത് അന്ധവിശ്വാസം തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ അല്ലേ. അന്ധവിശ്വാസങ്ങൾ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണ് സെക്സ്, പ്രത്യേകിച്ചും സ്വയംഭോഗം. ഇന്നും വളരെയധികം ആളുകളുടെ, പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരുടെ ഭീതിക്കും മാനസിക സംഘർഷത്തിനും ഒക്കെ വഴിതെളിക്കുന്ന ഒരു സെക്ഷൽ ആക്ടിവിറ്റിയാണ് സ്വയംഭോഗം. സെക്ഷൽ മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഡോക്ടർമാരുടെ അടുക്കൽ വരുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും സ്വയംഭോഗത്തെ പറ്റിയാണ്. സ്വയംഭോഗം ചെയ്താൽ കണ്ണ് പൊട്ടുമോ, തലമുടി പൊഴിയുമോ, ഉദ്ധാരണക്കുറവുണ്ടാകുമോ, കുട്ടികളുണ്ടാകുമോ, ക്ഷയം പിടിക്കുമോ എന്ന് തുടങ്ങി അനന്തമായി നീളുന്ന ഒരു ചോദ്യനിര തന്നെയാണ് പലർക്കും സ്വയംഭോഗത്തെ പറ്റി ചോദിക്കാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിളിൽ മാസ്റ്റർബേഷൻ എന്ന് മുഴുവൻ എഴുതുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് ലോകത്തിലെ എല്ലാ പ്രമുഖ സയന്റിഫിക് ബോഡീസും മെഡിക്കൽ സയൻസും ലോകാരോഗ്യ സംഘടനയും ഒക്കെ സ്വയംഭോഗം സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ നോർമലും ഹെൽത്തിയുമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം സംശയങ്ങളും ഭീതിയും ഒക്കെ സ്വയംഭോഗത്തെ പറ്റി ഉണ്ടാകുന്നത്? നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ ഡൊമിനിക് വാളബനാൽ എന്ന് പറയുന്ന ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ വിശ്വാസികൾക്ക് മുമ്പിൽ നടത്തിയ ഒരു പ്രഭാഷണം. അതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: സ്വയംഭോഗം ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് ഓട്ടിസം പോലെയുള്ള മാനസിക വൈകല്യങ്ങൾ ഉണ്ടാകും. ഈ സ്വയംഭോഗത്തെ ഒരു പിശാച് ബാധയായി കണ്ട് ഒഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവനയെ തുടർന്ന് പല രാജ്യങ്ങളും, ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തെ അങ്ങോട്ട് യാത്ര ചെയ്യുന്നതിന് വരെ വിലക്കുകയുണ്ടായി. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഈ വൈദികന്റെ മെഡിക്കൽ സയൻസിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രസംഗം സ്ഥിരമായി കേൾക്കുന്ന വിശ്വാസികൾക്ക് സ്വയംഭോഗത്തെ പറ്റിയുള്ള മനോഭാവവും കാഴ്ചപ്പാടും ഒക്കെ എന്തായിരിക്കും. ഇതിവിടെ നിങ്ങൾക്കൊരു വൈദികന്റെ മാത്രം പ്രശ്നമായിട്ട് കരുതുകയാണെങ്കിൽ തെറ്റി. ഈ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് നോക്കുക: സൈഡ് ഇഫക്ട്സ് ഓഫ് മാസ്റ്റർബേഷൻ ഫോർ മെൻ ആൻഡ് വിമൻ. സ്വയംഭോഗത്തിന്റെ സൈഡ് ഇഫക്റ്റുകൾ സ്ത്രീകളിലും പുരുഷന്മാരിലും. ഇത് കൊച്ചി ആസ്ഥാനമായിട്ടുള്ള 65 വർഷത്തെ സേവന പാരമ്പര്യമൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പേര് കേട്ട മെഡിക്കൽ സെന്ററിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തത് ഒരു ലേഖനമാണ്. അപ്പം ഇതിൽ പറഞ്ഞേക്കുന്ന സൈഡ് ഇഫക്റ്റുകൾ പലതും നമ്മൾ മുമ്പ് കണ്ട പോലെ ആളുകൾ ഭീതിയോടുകൂടെ സ്വയംഭോഗത്തെ പറ്റി ചോദിച്ച സംശയങ്ങൾ, അതായത് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുമോ, കുട്ടികൾ ഉണ്ടാകുമോ, തലമുടി കൊഴിയുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇവിടെ സ്വയംഭോഗത്തിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ സ്വയംഭോഗത്തിന്റെ ഈ ഒരു അസുഖം ചികിത്സിച്ച് ഭേദമാകേണ്ട ആളുകൾക്ക് അവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഒക്കെ ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന പോലും സ്വയംഭോഗം നോർമലും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണെന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ, അത് ഡോക്ടേഴ്സ് ഉൾപ്പെടെ തന്നെ, സ്വയംഭോഗം ഒരു അപകടമായി ചിത്രീകരിച്ച് ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷനും ഭീതിയും ഒക്കെ ഉണ്ടാക്കുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി അമേരിക്കയിലെ പ്രസിദ്ധമായ ജോൺ ഹോപ്കിൻസ് റിസർച്ച് ഹോസ്പിറ്റൽ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് വായിച്ചു നോക്കാം. ഈസ് ഇറ്റ് നോർമൽ ടു മാസ്റ്റർബേറ്റ്? സ്വയംഭോഗം ചെയ്യുന്നത് നോർമൽ ആണോ? ഈ ആർട്ടിക്കിളിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി ഞാനിത് ഒരു മലയാളത്തിൽ ഇതിന്റെ സാരാംശം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ സ്വയംഭോഗം ചെയ്യുന്നത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് ഒരു വ്യക്തിയുടെ മാനസികമായിട്ടുള്ള സെക്ഷൽ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. സ്വയംഭോഗം ഒരു തരത്തിലും ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുകയില്ല. സ്വയംഭോഗം ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നതിന് യാതൊരു വസ്തുതയോ അടിസ്ഥാനമോ ഇല്ല. പോയിന്റ് നമ്പർ 1: സ്വയംഭോഗം ചെയ്യുന്നവരുടെ വളർച്ച മുരടിക്കില്ല. പോയിന്റ് നമ്പർ 2: സ്വയംഭോഗം ഭാവിയിൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. പോയിന്റ് നമ്പർ 3: സ്വയംഭോഗം കാഴ്ചശക്തി നഷ്ടപ്പെടുത്തുകയില്ല. പോയിന്റ് നമ്പർ 4: സ്വയംഭോഗം ലൈംഗിക രോഗങ്ങൾ ഉണ്ടാക്കുകയില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സ്വയംഭോഗ ഭീതി ഇന്നും നമ്മുടെ സമൂഹത്തിൽ സജീവമായി തന്നെ നിലനിൽക്കുന്നത്? ഇതിനുള്ള മറുപടിയും ജോൺ ഹോപ്കിൻസിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. മാസ്റ്റർബേഷൻ ഗോസ് അഗൈൻസ്റ്റ് ദ ബിലീഫ്സ് ഓഫ് സം റിലീജിയൻ ആൻഡ് അതർ ഗ്രൂപ്പ്സ്. അതായത് സ്വയംഭോഗം ചെയ്യുന്നത് ചില മതങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ അവരത് പ്രൊട്ടക്ട് ചെയ്യാൻ ഏതൊരറ്റം വരെയും പോകും. അവിടെ വൈദ്യശാസ്ത്രം എന്ത് പറയുന്നോ, മെഡിക്കൽ സയൻസ് എന്ത് പറയുന്നോ, സയന്റിഫിക് ബോഡീസ് എന്ത് പറയുന്നതൊന്നും അവർക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഡോക്ടേഴ്സും ഇതിന് കൂട്ടു നിൽക്കുന്നു? നിങ്ങളിൽ എത്ര പേർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ഇന്ത്യൻ മെഡിക്കൽ കരിക്കുലത്തിൽ ഇന്നും ഡോക്ടേഴ്സിന് സെക്ഷുവൽ ഹെൽത്തിലോ സെക്സ് എഡ്യൂക്കേഷനിലോ യാതൊരു ട്രെയിനിങ്ങും ഇല്ല എന്നുള്ളത്.
ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈംഗിക പ്രശ്നവുമായിട്ട് കാണാൻ പോകുന്ന ഒരു ഡോക്ടർക്ക് നിങ്ങളുടെ അത്ര പോലും സെക്സിൽ പരിജ്ഞാനമില്ല എന്നുള്ളതാണ് സത്യം. സ്വയംഭോഗ ഭീതിയുമായിട്ട് ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുന്ന ഒരു വ്യക്തി അവൻ സയന്റിഫിക് ബോഡീസ് എന്ത് പറയുന്നോ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന സ്വയംഭോഗത്തെ പറ്റി എന്ത് പറയുന്നോ എന്നുള്ള അല്ല അവന്റെ വിഷയം. അവനെ സംബന്ധിച്ച് അവന്റെ മുമ്പിലിരിക്കുന്ന സമൂഹം ആദരിക്കുന്ന ഡോക്ടർ പറയുന്നതാണ് അവസാന വാക്ക്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടവും. വൈദ്യശാസ്ത്രത്തിൽ വിശ്വാസത്തിന്റെ വെള്ളം ചേർത്ത് വെക്കുമ്പോൾ അവിടെ കുളമാകുന്നത് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരുടെ ജീവിതമാണ്. തിരിച്ചറിയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും പുതിയ വിഷയത്തെ പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ VVox.